അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ ഭാഗം 3. 9. മതപ്രമാണങ്ങളിലെ അജ്ഞതയും അവിവേകവും ഒരു വിജ്ഞാന രംഗത്ത് അജ്ഞത വ്യാപിക്കുന്നത് അന്ത്യദിനത്തിന്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവസാന കാലത്തൊരു ജനത വരും, അവർ ചെറുപ്പക്കാരും വിവേകമില്ലാത്തവരുമായിരിക്കും. അവർ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമന്റെ വാക്കുകൾ, പ്രവാചകവചനങ്ങൾ പറയും. അവർ ഖുർആൻ പാരായണം ചെയ്യും, പക്ഷേ അത് അവരുടെ കണ്ഠങ്ങൾക്കപ്പുറം പോകുകയില്ല. മതത്തിൽ നിന്ന് അവർ പുറത്തു പോകും, അമ്പ് വില്ലിൽ നിന്ന് പുറത്തു പോകുന്നത് പോലെ. 10. പ്രവാചകത്വവാദികളുടെ പുറപ്പാട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ അവസാന ദൂതനും പ്രവാചകനുമാണ്. അദ്ദേഹത്തിന് ശേഷം ഇനിയൊരു പ്രവാചകൻ വരാനില്ല. അതുകൊണ്ട് തന്നെ ഇനി പ്രവാചകത്വം വാദിക്കുന്നവരെല്ലാം കള്ളപ്രവാചകന്മാർ ആയിരിക്കും. അന്ത്യദിനത്തിനു മുമ്പായി ഇത്തരത്തിലുള്ള അനവധി പ്രവാചകത്വവാദികൾ പ്രത്യക്ഷപ്പെടും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ കള്ളപ്രവാചകന്മാർ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. പ്രവാചകന്റെ അവസാന നാളുകളിൽ യമനിൽ പ്രത്യക്ഷപ്പെട്ട അസ്വദ് അൽ അനാസി ഇതിനുദാഹരണമാണ്. യമനിന്റെ ഭാഗങ്ങളിൽ അദ്ദേഹം ആധിപത്യം ചെലുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യമനിലെ മുസ്ലിങ്ങളോട് അവനെ വധിക്കുവാൻ കൽപ്പിക്കുകയും അവർ അവന്റെ വീട്ടിൽ വെച്ച് അവന്റെ വിശ്വാസിയായ ഭാര്യയുടെ സഹായത്തോടു കൂടി അവനെ കഥ കഴിക്കുകയും ചെയ്തു. പിന്നീട് വന്ന മുസൈലിമത്തുൽ കദ്ദാബിനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു നിയോഗിച്ച സൈന്യം വധിക്കുകയുണ്ടായി. ഇതുപോലെ പിന്നീട് വേറെയും പലർ മിർസാ ഗുലാം അഹ്മദ് ഖാദിയാദിയെ പോലെ പ്രവാചകത്വം വാദിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ സമുദായത്തിലെ ചില ഗോത്രങ്ങൾ അവിശ്വാസികളുമായി ചേരും. അവർ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും ചെയ്യുന്നതുവരെ അന്ത്യദിനം സംഭവിക്കുകയില്ല. അതുപോലെ എന്റെ സമുദായത്തിൽ നിന്നും 30 കള്ളവാദികൾ വരും. അവരെല്ലാം താൻ പ്രവാചകനാണെന്ന് വാദിക്കും. ഞാൻ അന്ത്യപ്രവാചകനാണ്, എനിക്ക് ശേഷം പ്രവാചകനില്ല. അബൂ ദാവൂദ്. 11. സമ്പൽ സമൃദ്ധി വർദ്ധിക്കും. ഇസ്ലാമിന്റെ ആവിർഭാവ കാലത്ത് പ്രവാചകനും അനുയായികളും അങ്ങേയറ്റം ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലുമായിരുന്നു. അവരിൽ പലർക്കും വയറു നിറച്ച് ആഹാരം കഴിക്കാനോ ഉടുതുണിക്ക് മറുതുണി മാറ്റാനോ വകയുണ്ടായിരുന്നില്ല. ഇന്നാളുകളുടെ അവസ്ഥ മാറുകയും സാമ്പത്തികമായ വളരെ പുരോഗതി കൈവരിക്കുകയും ചെയ്തു. ഇനി വരും നാളുകളിൽ സമ്പൽ സമൃദ്ധിയുടെ അനേകം ഇരട്ടി വർദ്ധിക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അന്ത്യദിനം വരികയില്ല സമ്പത്ത് വർദ്ധിച്ചൊഴുകുന്നത് വരെ. എത്രത്തോളം എന്നാൽ ഒരാൾ തന്റെ സക്കാത്ത് ധനവുമായി പുറപ്പെടും, അത് അവനിൽ നിന്ന് സ്വീകരിക്കുവാൻ ആരെയും കാണുകയില്ല. അതുപോലെ അറബ് ഭൂമി പച്ച പിടിച്ചതും പുഴകളുള്ളതുമായിരിക്കും. സഹീഹുൽ മുസ്ലിം. ഇതുപോലുള്ള നല്ല വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അറിവ് മറ്റുള്ളവരിലേക്ക് പകർത്തുക.